പറഞ്ഞോ, കിളിക്കണ്ട പറഞ്ഞോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി ജാസു എന്ന് പറയാ 15 തവണ. എന്റെ പട്ടി പറയൂ. ഒരു മിനിറ്റ്. കിടക്കുന്ന പണിഷ്മെന്റ്, കിടന്നുരുളുന്ന പണിഷ്മെന്റ് ഒന്നും മാറ്റി തരണം. ഇവിടെ സ്പേസ് ഇല്ല. ഇവിടെ സ്പേസ് ഇല്ല. ഉരുളല്ല, അതൊന്ന് മാറ്റി തരണം. ഉമ്മക്കട്ടെ ഒരു മിനിറ്റ്. നീയല്ല നേരത്തെ പറഞ്ഞത് ഞാൻ 3 എണ്ണം തന്ന മാറ്റി തരരുത് പറയരുത്. പാടില്ലാന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ മാറ്റി തരാൻ പറയണത്? കിടന്നുരുളുന്ന മാറ്റി. ശരി, അത് മാറ്റിയിട്ട് നീ പറയാ നൗഫൽ എന്ന ഞാൻ മണ്ടനാണ് 20 തവണ. ഒഴിവില്ല എന്തായാലും ഞാനത് ഏറ്റെടുക്കുന്നു. മണ്ടനാണെന്ന് തന്നെ പറയാ 20 തവണ. ഓക്കെ, ഒരു കളിയും കൂടി കളിക്കാം. ഒറ്റൊരു കളിയും കൂടി കളിക്കാം. അവസാനത്തെ കളി, ലാസ്റ്റ് കളി. തോറ്റാലും ജയിച്ചാലും എനിക്ക് കളിക്കൂല. ഓക്കെ, തോറ്റാലും ജയിച്ചാലും എനിക്ക് കളിക്കൂല. ഒറ്റൊരു കളി. ഓക്കെ, എടുത്തോ. നൗഫൽ എന്ന ഞാൻ മണ്ടനാണ്. 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 കളിയെടുക്ക്, 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 കളിയെടുക്ക്. നൗഫൽ എന്ന ഞാൻ മണ്ടനാണ്. കളിയെടുക്ക്. നൗഫൽ എന്ന ഞാൻ മണ്ടനാണ്. നൗഫൽ എന്ന ഞാൻ മണ്ടനാണ്. 25. ഓക്കെ, പ്ലീസ് ഗൈസ്, ഒരു കളി നിങ്ങൾ ജയിപ്പിച്ചാണ് പ്ലീസ്. ഒരു കളി പ്ലീസ്, ഒറ്റ കളി ജയിപ്പിച്ചാണ്. ഓ താങ്ക് യു എല്ലാവരോടും. ആരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരോടും താങ്ക് യു. അധികം ഞാൻ വർത്താനം പറയാം. ഇവള് ഫസ്റ്റ് പണിഷ്മെന്റ് 15 മലക്കഞ്ഞ് പറയണ്ട, 10 മലക്കം. 10 മലക്കം. ഓക്കെ, രണ്ടാമത്തെ പണിഷ്മെന്റ് ആലോചിച്ചിട്ട് തന്നെ കൊടുക്കണം. എല്ലാം കലവിലായി പോടക്ക്. ഇതാ ഇങ്ങോട്ട് നോക്ക്. ഒരു 25 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുള. ഓക്കെ, മൂന്നാമത്തെ പണിഷ്മെന്റ് നല്ലൊരു പാട്ട് വെക്കുക, ഡാൻസ് കളിച്ചോളാം. എടുത്തോ, വേറെ വർത്താനില്ല. എന്താക്കിയല്ല ഉണ്ടാൽ ശരി, എന്താക്കിയല്ല പണിഷ്മെന്റ് എടുക്കും. ഞാന് എന്നും എടുക്കാറുള്ള പണിഷ്മെന്റ് കാഴ്ച നമ്മളതെടുക്കും. ഇവൻ തോറ്റുപോയി. നിനക്ക് അവിടെ തെറ്റിപ്പോയാടാ നൗഫലെ. ഞാൻ ഡെയിലി എടുക്കുന്ന പണിഷ്മെന്റ്. അപ്പൊ കോഴി കൊക്കിക്കുമല്ല ഇനി ഒരു ചിരിക്കും പറഞ്ഞില്ല. പണിഷ്മെന്റ് എടുക്കുന്നുണ്ട് എടുക്കുക. ഇനി ഏതാ എടുക്കുന്നതെന്ന് വെച്ചാൽ എടുക്കുക. ഇവിടെ സ്ക്രീനിന്റെ മുന്നിൽ അതിന്റെ കൊക്കി കണ്ട പറഞ്ഞില്ല എന്നുണ്ടാ എടുക്ക്. പണിഷ്മെന്റ് എടുക്കും. ഇപ്പോ ബിഗ് സെലോട്ട് ബ്രോ, ഞാൻ ഇഞ്ച കളി നടക്കുന്നിടത്തിൽ ഞാനുണ്ടെങ്കിൽ ഇനി തോക്കൂലോ, ഉറപ്പാ. പണിഷ്മെന്റ് എടുക്കുന്ന ഞാൻ പറഞ്ഞില്ല. ഇഞ്ച പണിഷ്മെന്റ് അമ്മയെ എടുത്തിക്കല്ല. പണിഷ്മെന്റ് എടുക്കും. എല്ലാരോടും വരി വരിയായി നിക്കാൻ പറയും. ഉരുളനെ കാണണ്ടേ ജാസു? പണിഷ്മെന്റ് എടുക്ക, വെറുതെ ദേഷ്യം പഠിപ്പിക്കണ്ട. പണിഷ്മെന്റ് എടുക്കും. എല്ലാരോടും വരിയായിട്ട് നിക്കാൻ പറയും. കാണണ്ട, വരിയായിട്ട് എടുക്കും. അതിനകത്ത് ഇനി മറ്റേ ഇതല്ലേ അരിക്കൊമ്പനായിട്ടല്ലേ, മറ്റേ വയനാട്ടിൽ നോടിയ ആനയായിട്ടല്ലേ ഇനി ഫോട്ടോ എടുന്ന് പണിഷ്മെന്റ് എടുക്കും. ആലോചിച്ചിട്ട് പറഞ്ഞ പണിഷ്മെന്റ് കേട്ടോ നിങ്ങള്. ഉരുള 20 തവണ വരിവരിയായിട്ട് നിൽക്കുക. അപ്പൊ എങ്ങനെ ഉരുളല്ലേ നോപ്പലെ നമ്മള്? ഇവിടെ ഉരുളടങ്ങി അന്നോട് ചോദിക്കുന്ന ഉരുളൻ പറഞ്ഞ ഉരുള്. ഉരുള മതിയായിരിക്കും എല്ലാം. അതായത് മതിയായിരിക്കും കാണുന്ന സൂമ്. എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നൗഫലിനോടല്ല കേട്ടാ, എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇനി തോന്നിയ സെറ്റാ പറയുന്നെങ്കിൽ ഒറ്റ മിനിറ്റ് പറയല്ല ഒരു മിനിറ്റ്. അതിനല്ല ഞാൻ നീ കേൾക്കാൻ വേണ്ടി പറയാ. അതായത് മെസ്സേജ് അയച്ച ആള് സ്ക്രീൻഷോട്ട് അയച്ചതാണ്. മുഹമ്മദ് ജാഫറിനോട് അവന്റെ തള്ള ചത്തോന്ന് ചോദിക്ക്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അപ്പൊ ഉരുളല്ലേ നമ്മള്? നൗഫലെ നീയല്ല, നിന്നോടല്ല കേട്ടാ. നൗഫൽ TKD
നിന്റെ തള്ള ജീവിച്ചു. ആരും പ്ലീസ് ഇത് ബേഡ് കമന്റ് ഇട്ടിട്ട് ആരും തെറിയിപ്പിക്കല്ല മ്യൂട്ട് പ്ലീസ്. ചെയ്തോ? ആരുണ്ട് മ്യൂട്ട് ചെയ്തോ? ആരുണ്ട്? നൗഫൽ എന്നെ മ്യൂട്ട് ചെയ്തോ? ഒരു മിനിറ്റ് ഞാൻ ക്ലിയർ ചെയ്യും. ഓക്കെ, എന്റെ ഞാൻ ക്ലിയർ ചെയ്യും. എന്റെ മോഡറേറ്റർ ഫാൽക്കു കളയല്ലേ, ആ മൈരനോട് രണ്ടെണ്ണം പറയട്ടെ ഞാൻ. ഫാൽക്കു എടാ ആരും പ്ലീസ് ബേഡ് കമന്റ് ആരുമില്ല പ്ലീസ്. ഇത് ബേഡ് കമന്റ് ഒരു ഞാനും മനുഷ്യനുണ്ട്. തമ്മിലുള്ള ഗെയിമാണ്. ഓക്കെ, ഞാനും നൗഫലും തമ്മിൽ കളിക്കുന്ന ഗെയിമാണ്. ഇനി പണിഷ്മെന്റ് എടുക്കുന്ന തീർന്നു, പ്രശ്നം തീർന്നു. ഞങ്ങൾ ഇതിൽ പരസ്പരം പലതും പറയും. നൗഫൽ TKDയോട് എനിക്ക് പറയാനുള്ളത്, മൈര നിന്റെ തള്ള നിന്നെ വെടിവെച്ചിട്ടുണ്ടാക്കിയ ഞാൻ പോന്നെ ഇഞ്ച ഇതെല്ലാം കഴിഞ്ഞിട്ട് വാ. ഞാൻ പോട്ടെ. വേണ്ട വിട്ടേക്കുന്നാ. നൗഫലിനെ വിളിക്ക്, നൗഫലിനോട് വരാൻ പറയും. കൊണ്ടെടുക്കാത്തെ അവൻ എടുക്കുന്നില്ലടാ. പണിഷ്മെന്റ് എടുക്കണം, അവനോട് കളി എടുക്കാൻ പറയും. ഞാൻ ഇൻവൈറ്റ് കൊടുക്കുന്നുണ്ട്, അവൻ എടുക്കാഞ്ഞിട്ടാണ്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അവനോട് കളി എടുക്കാൻ പറയും. പണിഷ്മെന്റ് എടുക്കണ്ടേ? നീ പണിഷ്മെന്റ് എടുക്കുക. എടാ ആരും പിന്നെ വെറുതെ തന്നെ വീട്ടിലൊന്നും പറയിപ്പിക്കില്ല. ആരും പിന്നെ അനാവശ്യ കമന്റ് ചെയ്തണ്ടേ. ഓള് ബായിൽ നിന്ന് വെറുതെ തന്നെ പറയിപ്പിക്കണ്ട. വെറുതെ തന്നെ ഓള് ഇതില്ലാത്ത ഇതാ. അതുകൊണ്ട് വെറുതെ തന്നെ ആരും ബേഡ് കമന്റ് ചെയ്തണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ബേഡ് കമന്റ് ആയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ അനുവദിക്കോളി. ഓക്കെ, ഓള് എഴുതണ്ട. വെറുതെ തന്നെ നമ്മളെ ലൈവില് വെറുതെ തന്നെ ചീത്ത ഇങ്ങനെ കേൾപ്പിച്ചിട്ടൊരു കാര്യമില്ല. വെറുതെ തന്നെ ഓള് എല്ലാവരും അടക്കം പറയും. അതുകൊണ്ട് ആരും ഒന്നും എടുക്കണ്ട, ബേഡ് കമന്റ് എഴുതണ്ട. ഓക്കെ, നിങ്ങൾക്ക് അഥവാ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷം നിങ്ങൾ എഴുതിക്കോളി. എൻ്റെ നിന്ന് ആരും എഴുതറ. എൻ്റെ ലൈവില് ഒരു മനുഷ്യനും നിങ്ങൾ ബേഡ് കമന്റ് എഴുതറ പ്ലീസ്. ഓക്കെ, ആ കൊടുത്തോ. ഫാൽക്കു കൊടുത്തോട്ടാ. ഞാൻ പണിഷ്മെന്റ് എടുക്കട്ടെ. ഫാൽക്കു കൊടുത്തോ. അന്നയല്ലേ തെറി പറഞ്ഞ. ആരോ ബേഡ് കമന്റ് ഇട്ട് അവരെയാ തെറി പറഞ്ഞ. അന്നയല്ല, കുറെ ആള് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അന്നയാ പറഞ്ഞത്, അന്നയല്ല. വേറെ നൗഫലിനെ പറഞ്ഞത്. തെറി പറഞ്ഞ നൗഫലിനെയാണ് പറഞ്ഞത്. ഓക്കെ, നിന്റെ ആൾക്കാരോട് കൂടുതൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. പൊതിച്ചിട്ടാണ് ഇവിടെ തീരണത് പറഞ്ഞേക്ക്. ഓക്കെ, 1 2 3 4 5 6 7 ഇതൊന്നും ഇനി പൂജക്ക് പോയതോ? ഇതൊന്നും പൂജ? അതെ. 10 11 12 13 14 15. എന്താ വിചാരിച്ചത്? ഈ ഉരുളല് എന്ന് പറഞ്ഞപ്പോ ഫുള്ളായിട്ട് കിടന്ന് ഉരുണ്ടാക്കിട്ട് കൊണ്ട് തിരിഞ്ഞിട്ട് നിന്റെ ആൾക്കാർക്ക് കാണിക്കും വിചാരിച്ച? എന്നെ കൊണ്ട് പണിഷ്മെന്റ് എടുക്കുമ്പോ എനിക്ക് ഈ ഡയലോഗ് ഒന്നും നമ്മൾ അടിക്കല്ലോ. പണിഷ്മെന്റ് എടുക്കുന്നതിന്റെ പണിഷ്മെന്റിന്റെ രീതിയിൽ എടുക്കുക. ഇനി നമ്മളെ ഓരോരു പണിഷ്മെന്റ് ഇനി എടുക്കുക. ഇങ്ങോട്ട് ഒരു പണിഷ്മെന്റ് പറയുമ്പോ വലിയ ഡയലോഗ് ഇടുക. കണ്ടോ ചേക്ക് എല്ലാരോടും. അത് മതി. ഇനി നിലത്ത് കിടന്നല്ല മതി. ഇതാണ് ഇന്നേക്കുള്ളായി. ഓക്കെ, ഇനി അങ്ങനെ നമ്മളെ പണിഷ്മെന്റ് എടുത്തിട്ട് നമ്മളെ പണിഷ്മെന്റ് എടുത്തിട്ട് മെല്ലെ മുങ്ങാന്ന് വിചാരിക്കണ്ട. ഓക്കെ, അതാ വേണ്ട. ഞാൻ നമ്മളെ കസേരമേല് മറ്റേ ഇങ്ങനെ ആക്കിയിട്ട് കസേരമേൽ ആടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഉറുമ്പേ വാന്ന് വിളി അങ്ങനെ പറയുമ്പോ ഇനി എനിക്കൊരു ഇതുണ്ട്. 10 പ്രാവശ്യം തലകുത്തി മാറ. അതെന്തെങ്കിലും പറഞ്ഞോട്ടെ. ആദ്യം മണ്ടൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇന്ന പണിഷ്മെന്റ് ഈ കോയമ്പലം വെക്കുന്ന വീടിന്റെ പേരുന്നേനു ജാസു ആയുർവേദ മറ്റേ എന്തേനു പറയാ, ബെറെന്തോ പറയല്ലോ. കോട്ടക്കൽ ആയുർവേദശാല, ആര്യവൈദ്യശാല. ആടെ കിട്ടും കോയമ്പ്. സത്യം മാർക്കം ചെയ്താൽ ഒരു കോയമ്പ് വെക്കലുണ്ട്. അത് ഇപ്പൊ ഉണ്ടല്ലോന്ന് അറിയാലോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എനിക്ക് ഇഞ്ഞ് കേൾക്കൂല. ഇഞ്ഞ് പെണ്ണല്ല, എനിക്ക് അങ്ങനെ തിരിയൂല. അത് അങ്ങനല്ല. എന്നാലും നമ്മുടെ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പെർഫ്യൂം ഖത്തറിൽ കിട്ടും. അപ്പൊ പെർഫ്യൂം GCC മൊത്തം വരും ഇൻഷാല്ലാ. ഇപ്പൊ UAE മാത്രമാണ് ഇൻഷാല്ലാ. സിംഗിൾ മാച്ച് ഇട്ടാ സിംഗിൾ മാച്ച് ആണ്. ഇത് കഴിഞ്ഞ സിംഗിൾ മാച്ച്, ഒറ്റ സിംഗിൾ മാച്ച്.
സിംഗിൾ മെസ്സേജ് പണിഷ്മെന്റ് ഉണ്ട് പറഞ്ഞില്ല, അതുകൊണ്ട് ജാസു പണിഷ്മെന്റ് എടുക്കാണ്ട് മുങ്ങിക്കുണ്ടെങ്കിൽ ഡീസെന്റിൽ പണിഷ്മെന്റ് എടുക്കണം പോണം. ഓക്കെ ഗൈസ് ഡബിൾ ടാപ്പ്.